Okay, so finally Poco F1 ശേഷം ഫസ്റ്റ് ടൈം ആണ് Poco ഒരു നോൺ റീബ്രാൻഡഡ് ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ആ ഫോണിന്റെ പേരാണ് Poco X3 NFC. സോ ഈ NFC ഇതിന്റെ പേരിന്റെ ഒരു ഭാഗമാണ്. സോ Poco X3 NFC ആണ്. പക്ഷേ ഈ NFC ഓപ്ഷൻ ഇന്ത്യയിലേക്ക് വരുമോ എന്നറിയില്ല, വന്നാൽ കൊള്ളാം എന്തായാലും. സോ ഈ ഒരു Poco X3 NFC-ന്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസും പിന്നെ നമുക്ക് നോക്കാം എന്തൊക്കെ അപ്ഗ്രേഡ് ആണ്. Poco X2 വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ സ്പെസിഫിക്കേഷൻസിൽ അപ്ഗ്രേഡ് ഉണ്ട്, ഏതൊക്കെ സ്പെസിഫിക്കേഷൻസ് ഡൗൺഗ്രേഡ് ആണ്, നമുക്കത് നോക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. Poco X3-ന്റെ ഡിസൈൻ നോക്കിയാൽ ഫ്രണ്ടിൽ ഇത്തവണയും Gorilla Glass 5-ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ ബാക്കിൽ ആ ഒരു ഗ്ലാസിൻ്റെ ബിൽഡ് എടുത്ത് മാറ്റി പ്ലാസ്റ്റിക് ആണ് ഇപ്പം വരുന്നത്. ഓക്കെ, സോ Poco X2-ൽ Gorilla Glass 5-ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ഇത്തവണ ആ പ്രൊട്ടക്ഷൻ ബാക്കിലില്ല, ബാക്ക് പ്ലാസ്റ്റിക് ആണ്. സോ അതൊരു ഡൗൺ ഗ്രേഡ് തന്നെയാണ്. സോ നമ്മൾ ഈയിടെ Realme 7 Proയിൽ കണ്ടിരുന്നു, അവരും എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ നിന്ന് ഈ ഒരു ഗ്ലാസ് ബാക്കിൻ്റെ കോൺസെപ്റ്റ് എടുത്ത് മാറ്റാൻ നോക്കുവാണോ എന്നൊരു സംശയം എനിക്കുണ്ട് കേട്ടോ. പക്ഷേ Realme 7 Proൻ്റെ അതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞിരുന്നു. ഇപ്പം Poco X3-ന്റെ വെയിറ്റ് കൂടിയിട്ടേ ഉള്ളൂ. സോ 215 gram ആണ്, 208 gram ആയിരുന്നു Poco X2-ന്റെ വെയിറ്റ്. അതിനോടൊപ്പം തന്നെ Xiaomiയുടെ പ്രൊപ്രൈറ്ററി P2i നാനോ കോട്ടിംഗ് എടുത്ത് മാറ്റി ഒറിജിനൽ IP53 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൽ. Poco X3-ൽ ഉള്ളത് 6.67 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ്. അതും എക്സാക്ട്ലി സെയിം 120 ഹെർട്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് ഇത്തവണയും കിട്ടുന്നുണ്ട്. സോ Poco X2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ മാറ്റമില്ല. പക്ഷേ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് കിട്ടുന്നുണ്ട്. സോ നല്ലൊരു ടച്ച് റെസ്പോൺസ് ആയിരിക്കും. നിങ്ങൾ നോർമലി യൂസ് ചെയ്യുമ്പോഴും ഗെയിമിങ്ങിനൊക്കെ നല്ലൊരു ടച്ച് റെസ്പോൺസ് കിട്ടും Poco X3-ൽ നിന്ന്. ഇതിൽ ഓട്ടോമാറ്റിക് സ്വിച്ചിങ് ഉണ്ട് റിഫ്രഷ് റേറ്റിൻ്റെ. സോ നിങ്ങൾ 120 ഹെർട്സ് സെലക്ട് ചെയ്താലും നിങ്ങളുടെ ഗെയിമും നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്പ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യും. സോ 60ലേക്കും 90ലേക്കും 120 ഹെർട്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഫോൺ സ്വിച്ച് ചെയ്യും. സോ ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്ററി ലാഭിക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 20:90 ആണ് ആസ്പെക്ട് റേഷ്യോ. 450 നിറ്റ്സിൻ്റെ ആണ് മാക്സ് ബ്രൈറ്റ്നസ്. പിന്നെ Gorilla Glass 5-ന്റെ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേൻ്റെ കാറ്റഗറിയിൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ചെറിയൊരു ഡൗൺ ഗ്രേഡ് ഉണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. ആ ഡൗൺ ഗ്രേഡ് ആണ്. ഇത്തവണ ഈ വലിയ പിൽ ഷേപ്ഡ് ഡ്യുവൽ പഞ്ചോൾ കട്ടൗട്ട് ഇല്ല. ഇത്തവണ ഒരൊറ്റ കട്ടൗട്ട് മാത്രമേ ഉള്ളൂ. സോ സിംഗിൾ സെൽഫി ക്യാമറയാണ് അതും സെൻറ്ററിൽ. സോ അത് നല്ലൊരു മാറ്റമാണ്. പിന്നെ TUV റൈൻലാൻഡ് സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. നെക്സ്റ്റ് പെർഫോമൻസ് നോക്കാം. സോ ഈ ഒരു കാറ്റഗറിയിൽ പ്രൊസസറിൻ്റെ കാറ്റഗറിയിൽ ഒരു മാറ്റമുണ്ട് എന്ന് പറയാം. സോ സ്നാപ്ഡ്രാഗൻ്റെ, അതായത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 732G ആണ് വന്നിരിക്കുന്നത്. Poco X2-ൽ 730G ആയിരുന്നു. അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. നമ്മളിപ്പം G90Tയും G95 കണ്ടില്ല, ആ രീതിയിലുള്ള ചെറിയ മാറ്റമാണ്. സോ GPU സെയിം ആണ്. CPU-ൻ്റെ കോറിൻ്റെ ക്ലോക്ക് സ്പീഡിൽ മാറ്റമുണ്ട്. സോ 2.2 GHz ആയിരുന്നു നമ്മുടെ 730G-ൻ്റെ, അത് കൂട്ടി 2.3 GHz ആക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ പുതിയ പ്രൊസസ്സർ വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നി പ്രൊസസ്സർ കമ്പനികളും ഈ ഒരു ഫോൺ കമ്പനികളുടെ കൂടെ വർക്ക് ചെയ്ത് ഒരു പുതിയ ഫോൺ വരുമ്പോൾ അതിനു വേണ്ടി ഒരു പുതിയ പ്രൊസസ്സർ ഇറക്കുക, ആ രീതിയിലാണ് ഇപ്പോൾ ഇറക്കുന്നത്. സോ 720G അങ്ങനെയായിരുന്നു വന്നത്. ഇപ്പം 732Gയും അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മളിപ്പം മീഡിയടെക്കിൻ്റെ കണ്ടു G95. സോ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി പുതിയൊരു ഫോൺ ഇറക്കുമ്പോൾ അത് വലിയൊരു സംഭവമാണ് എടുത്ത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിയാണ്. എത്രത്തോളം ഓക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്റ്റിൽ ഒരു പുതിയൊരു ചിപ്സെറ്റാണ് എന്ന് പറയാം. Poco X2-ൽ കൂളിംഗ് ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ ഇത്തവണ ലിക്വിഡ് കൂളിംഗ് 1.0 എന്നാണ് പറയുന്നത്. ആ ഒരു അങ്ങനത്തെ ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത് Poco X3-ലുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഈ ഫോൺ കിട്ടാതെ നമുക്ക് ഫോൺ ടെസ്റ്റ് ചെയ്യാതെ നമുക്കത് അറിയാൻ പറ്റത്തില്ല എത്രമാത്രം പെർഫോമൻസ് ആണ്, പിന്നെ എങ്ങനത്തെ ഹീറ്റിംഗ് ആണ്. നമുക്ക് ഫോൺ കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ. റാം സ്റ്റോറേജ് വേരിയൻസ് നോക്കിയാൽ ഇത്തവണ 2 റാം സ്റ്റോറേജ് വേരിയൻസ് മാത്രമേ വരുന്നുള്ളൂ. 6GB 64GB 6GB 128GB. സോ 8GB ഓപ്ഷൻ ഇവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. UFS 2.1 സ്റ്റോറേജ് ആണ്. LPDDR4X ആണ് റാം. Poco X2-ൽ ഹൈബ്രിഡ് മൈക്രോ SD സ്ലോട്ട് ആയിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഇത്തവണയെങ്കിലും അവർ ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD സ്ലോട്ട് തരും. പക്ഷേ ഇത്തവണയും അഗെയിൻ സെയിം ഹൈബ്രിഡ് മൈക്രോ SD സ്ലോട്ടാണ്. പിന്നെ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് Android 10 ആണ്. അതിനോടൊപ്പം തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നിങ്ങൾക്ക് MIUI 12 കിട്ടും. സോ Poco X2-ൽ ഓൾറെഡി MIUI 12 വന്നിട്ടുണ്ട്. സോ അത് ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് Poco X3-ൽ കിട്ടും. നെക്സ്റ്റ് നമുക്ക് ക്യാമറ സെറ്റപ്പ് ഒന്ന് നോക്കാം. സോ ഇതിലും അഗെയിൻ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. അതും 64 മെഗാപിക്സലിന് തന്നെ ക്വാഡ് ക്യാമറയാണ്. ഈ 64 മെഗാപിക്സലിൻ്റെ സെൻസർ സോണിയുടെ സെൻസർ തന്നെയാണ്. പക്ഷേ ചെറിയൊരു ഡൗൺ ഗ്രേഡ് ഉണ്ട് എന്ന് പറയാം. കാരണം IMX686 ആയിരുന്നു Poco X2-ൽ, ഇത്തവണ 682 ആണ്. ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ 4K 60 FPS ഫീച്ചർ ഇല്ല എന്ന് പറയുന്നുണ്ട്.
ഒരുപാട് ഞാൻ റിവ്യൂസിൽ കണ്ടിരുന്നു. പക്ഷേ സോണിയുടെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ഫോൺ മാനുഫാക്ചറുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒന്നും വരുന്നില്ല, അങ്ങനത്തെ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നില്ല എന്താണ് ശരിക്കുള്ള വ്യത്യാസം 686 and 682. എന്തായാലും നമുക്ക് അതിൻ്റെ ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. പ്രൈമറി ക്യാമറ ലെൻസ് എക്സാക്ട്ലി സെയിം ആണ്, പോക്കോ X2-ൻ്റെ അതേ സെയിം f1.9 അപ്പർച്ചറുള്ള ലെൻസാണ്. അൾട്രാ വൈഡ് ക്യാമറ നോക്കിയാൽ അപ്ഗ്രേഡ് ഉണ്ട്. 13 മെഗാ പിക്സലിൻ്റെ ആണ് അൾട്രാ വൈഡ് ഇത്തവണ കിട്ടുന്നത്. 8 മെഗാ പിക്സലിൻ്റെ ആയിരുന്നു പോക്കോ X2-ന്. സോ അത് നല്ലൊരു അപ്ഗ്രേഡാണ്. മാക്രോ 5 മെഗാ പിക്സൽ ആക്കാമായിരുന്നു എനിക്ക് തോന്നി. പക്ഷേ ഇപ്പം ഇത്തവണ എന്തായാലും അഗെയിൻ 2 മെഗാ പിക്സലിൻ്റെ മാക്രോവും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ ആവശ്യമില്ലാതെ ഡെപ്ത് സെൻസർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമറ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിലും എനിക്കൊരു അപ്ഗ്രേഡ് ആയിട്ടാണ് തോന്നുന്നത്. സോ ഒരൊറ്റ ക്യാമറ മാത്രമേ ഉള്ളൂ, എക്സാക്ട്ലി സെയിം അതേ ക്യാമറയാണ്, അതേ സെൻസറാണ്, 20 മെഗാ പിക്സലിൻ്റെ ആണ്. നെക്സ്റ്റ് ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ആണ് വന്നിരിക്കുന്നത്. 4500 mAh ആയിരുന്നു ബാറ്ററി. ആ ബാറ്ററി ഒരുപാട് പേർക്ക് തികയാതെ വന്നിരുന്നു. കാരണം ഏറ്റവും എനിക്ക് തോന്നുന്ന ഒരു ഭയങ്കര ക്രിറ്റിസിസം കിട്ടിയത് പോക്കോ X2-ന് ബാറ്ററി ബാക്കപ്പ് ആണ്. സോ 5160 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. സോ നല്ലൊരു ഇൻക്രിമെൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ 27 വാട്ടിൻ്റെ ചാർജർ എടുത്ത് മാറ്റി 33 വാട്ടിൻ്റെ ചാർജറും കിട്ടുന്നുണ്ട്. പോക്കോ പറയുന്നതനുസരിച്ച് 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 62% വരെ ചാർജ് ചെയ്യാൻ പറ്റും. 100% ചാർജ് ചെയ്യാൻ വേണ്ടി 65 മിനിറ്റാണ് എടുക്കാൻ പോകുന്നത്. അത് പോക്കോ പറയുന്നതാണ്, നമുക്ക് ടെസ്റ്റ് ചെയ്ത് എന്തായാലും നോക്കാം ഫോൺ വന്നു കഴിഞ്ഞ്. സൗണ്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു അപ്ഗ്രേഡ് ഉണ്ട്. സോ സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആയിരുന്നു പോക്കോ X2. ഇത്തവണ ഡ്യുവൽ സ്പീക്കറാണ്. നമ്മൾ റിയൽമി 7 Proയിൽ കണ്ട അതേ ഒരു സെറ്റപ്പാണ്, ഡ്യുവൽ സ്പീക്കറാണ്. സോ ഇയർ പീസ് മറ്റൊരു സ്പീക്കറായിട്ടാണ് യൂസ് ആവുന്നത്. സോ അതുകൊണ്ട് ടോപ്പ് ആൻഡ് ബോട്ടം ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് 5.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിലും എക്സാക്ട്ലി സെയിം പവർ ബട്ടൻ്റെ മേലുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഇനി നമുക്ക് പ്രൈസ് നോക്കാം. സോ പോക്കോ X2-ൻ്റെ 6GB 64GB പ്രൈസാണ് 17,000 രൂപയാണ്. 6GB 128GB വേരിയൻറ്റിന് 21,600 റുപ്പീസാണ്. സോ വലിയൊരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അത്രയും വലിയൊരു അപ്ഗ്രേഡ് ഒന്നുമല്ല, ചെറിയ അപ്ഗ്രേഡ്സ് ചെയ്തിട്ടുണ്ട്. സോ 5000 mAh ബാറ്ററി ഉണ്ട്, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്, ഓക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അപ്പം ഫോൺ കിട്ടിയാൽ ഇതിൻ്റെ പെർഫോമൻസ് അറിയാൻ പറ്റുള്ളൂ. സോ ഫോൺ കയ്യിൽ വന്നാലേ നമുക്ക് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റുള്ളൂ എത്രമാത്രം 732G ശരിക്കും 730 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വലിയ അപ്ഗ്രേഡ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ആ ഒരു ഗ്ലാസ് ബാക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ അത് മാറ്റുമ്പോൾ പോക്കോ X സീരീസിൻ്റെ ഒരു പ്രീമിയം ലുക്കും പ്രീമിയം ഫീല് പോകും. സോ പോക്കോ X2 അത്രയും പ്രീമിയം ഫീൽ ആവുന്നത് ആ ഒരു ഗ്ലാസ് ബാക്ക് ആയതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് എന്തായാലും നോക്കാം, ഫോൺ വരട്ടെ, നമുക്ക് എന്തായാലും ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ. നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒപ്പീനിയൻ, നിങ്ങൾ പോക്കോ X3-ൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് ഇതിൻ്റെ ലുക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഫോണാണോ പോക്കോ X3, അതോ നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ചെറിയൊരു ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ടോ, നിരാശയുണ്ടോ, അതും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.